നമസ്കാരം. ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് തരിപ്പ് മരവിപ്പ് കാരണം കാലൊന്നും അനക്കാൻ പറ്റാതെ ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇരുന്നിടത്ത് നിന്നും എണീക്കാൻ ബുദ്ധിമുട്ടാണ്. രക്തചംക്രമണം ശരിയായിട്ട് നടക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മരുന്നുകളെ മാത്രം ആശ്രയിക്കേണ്ടതില്ല. നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടായിരിക്കും ഇത്. ഇത്തരം വൈറ്റമിൻസിനെ നോർമലാക്കാൻ നമ്മുടെ ആഹാരത്തിൽ തന്നെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഈ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാലല്ലേ ഇത് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ആദ്യത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. ഇത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് തരിപ്പ് മരവിപ്പ് അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ തൊട്ടാൽ പോലും നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത് ഞരമ്പുകളുടെയൊക്കെ തന്നെ ബലം ക്ഷയിച്ചു വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമാണിത്. ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ തന്നെ സൂചി കുത്തുന്നത് പോലുള്ള ഒരവസ്ഥ വരാം. അതിൽ നമ്മൾ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റുകൾ ഈ പറഞ്ഞ പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ സ്വീകരിക്കാവൂ. ഇത്തരം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടും മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പാല്, തൈര്, ചീസ് തുടങ്ങിയിട്ടുള്ളവയും ചിക്കൻ, ലിവർ ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സസ്യാഹാരികൾക്കാണെങ്കിൽ സോയ, ബദാം, ഓട്സ്, പാല്, ഫോർട്ടിഫൈഡ് ധാന്യങ്ങൾ ഇതെല്ലാം കഴിക്കുന്നതുകൊണ്ട് തന്നെ രക്തകോശങ്ങളുടെയൊക്കെ തന്നെ ഉൽപ്പാദനത്തിനും ഊർജ്ജം ഇവയ്ക്കൊക്കെ ഈ വൈറ്റമിൻ B12 അത്യാവശ്യമാണ്. ഇത് സ്വാഭാവികമായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നല്ലാത്തതിനാൽ തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ നേടണം. ഇതിൽ മീനാണെങ്കിൽ കേര, സാൽമൺ, മത്തി, ചൂര ഒക്കെ ഉപയോഗിക്കാം. മാംസത്തിൽ ബീഫ്, ചിക്കൻ, ലിവർ ഇതൊക്കെ ഉപയോഗിക്കാം. ഇനി മുട്ട, പ്രോട്ടീൻ, B12 ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പാലുൽപ്പന്നങ്ങൾ നമുക്ക് പാല്, തൈര്, യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ട്, ചീസ്, മൊസറല്ല ചീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി വൈറ്റമിൻ B12 കുറഞ്ഞാൽ വിളർച്ച, ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഈ വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി സംസ്കരിച്ച ഭക്ഷണങ്ങളും അമിതമായി കഫീനും മദ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ വൈറ്റമിൻ B12 ശരീരത്തിൽ കുറയാൻ കാരണമാകും. ഇനി വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ എന്നുള്ളതാണ് രണ്ടാമത്തെ വൈറ്റമിൻ എന്നുള്ളത്. ഇതും തന്നെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ശരിയായിട്ടുള്ള ഒരു ബലം കിട്ടാണ്ട് വരിക, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ശക്തി തോന്നാതെ വരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. വൈറ്റമിൻ B1 അടങ്ങിയിട്ടുള്ളത് പന്നി ഇറച്ചി, സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ, ബ്രൗൺ റൈസ്, പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, പരിപ്പ്, മറ്റ് പല വിത്തുകൾ, സൺഫ്ലവർ സീഡ് പോലുള്ള പല വിത്തുകളുണ്ടല്ലോ, അതൊക്കെ തൈരവിയൊക്കെ ഉൾപ്പെടുത്താം. ഇത് ഊർജ്ജോൽപാദനത്തിനും നാഡീവ്യൂഹത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. ഇത് മാംസവും മത്സ്യവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ധാന്യങ്ങളാണെങ്കിൽ തവിട് കളയാത്ത ധാന്യങ്ങൾ, സമ്പുഷ്ടീകരിച്ച നല്ല നമ്മുടെ തവിട് ഉള്ള തരം പലവിധ റൈസുകളുണ്ടല്ലോ, മറ്റ് പല ധാന്യങ്ങൾ അതൊക്കെ ഉപയോഗിക്കാം. പയറുവർഗ്ഗങ്ങളിൽ ബീൻസും പരിപ്പും പയറും എല്ലാം. ഇനി സൺഫ്ലവർ സീഡ്സും ഫ്ലാക്സ് സീഡ്സ് ഇത്തരം വിത്തുകൾ, പച്ചക്കറികൾ, ഒരുവിധം എല്ലാ പച്ചക്കറികളും തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ തന്നെ തൈമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1 അടങ്ങിയിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ B6 എന്നുള്ളൊരു വൈറ്റമിനാണ് മൂന്നാമതായിട്ട് ആവശ്യമുള്ളത്. വൈറ്റമിൻ B6 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ചെറുപയർ, ചിക്കൻ അല്ലെങ്കിൽ മത്സ്യത്തിൽ തന്നെ ചൂര, സാൽമൺ അല്ലയും വാഴപ്പഴം, ഉരുളക്കിഴങ്ങ്, ചീര, പാല്, അതുപോലെ പന്നിയിറച്ചി, ധാന്യങ്ങൾ, പരിപ്പുകൾ, നിലക്കടല, കൂണ്, മുട്ട ഇവയൊക്കെ ഈ വൈറ്റമിൻ B6 അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, ഊർജം പ്രദാനം ചെയ്യാൻ, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇതിനൊക്കെ ആവശ്യമാണ് ഈ ഒരു വൈറ്റമിൻ B6 എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിത് ഭക്ഷണത്തിൽ നിന്ന് തന്നെ ലഭിക്കണം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അവോക്കാഡോ, മാമ്പഴം, പപ്പായ, ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാലാമത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ D ആണ്. ശരീരത്തിൽ വൈറ്റമിൻ D കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നാഡീവ്യവസ്ഥകളെ എല്ലാം തന്നെ ഇത് ബാധിക്കാറുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് ശരീരവേദനയായാലും ജോയിൻറ്റുകളിലുള്ള വേദനയും നീർക്കെട്ട് പ്രശ്നങ്ങളും ഇതുപോലെ തരിപ്പ്, മരവിപ്പ്, കാല് കോച്ചിയിടുന്ന, മസിൽ പിടുത്തം തുടങ്ങിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യപ്രകാശം കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വഴി. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ നിന്നും ഇത് സ്വീകാര്യമാണ്. ഭക്ഷണത്തിൽ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, അത് സാൽമൺ, അയല,
അയല പോലുള്ളവയും മുട്ടയുടെ മഞ്ഞക്കരു, കൂണ്, പാലുൽപ്പന്നങ്ങൾ, അതിൽ പാല്, തൈര്, ചീസൊക്കെ എല്ലാം പെടും. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ളത് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിൽ ഓറഞ്ച് ജ്യൂസ്, പാല്, ധാന്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇതുകൂടാതെ ബദാം മിൽക്ക്, സോയ മിൽക്ക് തുടങ്ങിയവയൊക്കെ നല്ല ഉറവിടമാണ്. സൂര്യപ്രകാശം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും ഇതുപോലുള്ള ഭക്ഷണങ്ങളും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തൈര്, സൂര്യകാന്തി വിത്തുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. ഇനി അതുപോലെ തന്നെ അവസാനത്തെ വൈറ്റമിൻ ഏതാണല്ലേ? വൈറ്റമിൻ ഇ എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ ഇ നമ്മുടെ സ്കിൻ കെയറിലും അതുപോലെ ഹെയർ കെയറിലൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതിന് മാത്രമുള്ളതല്ലേ, ശരീരത്തിൽ ഇതുപോലെ നമ്മുടെ നാഡീവ്യവസ്ഥയൊക്കെ തന്നെ, ഞരമ്പുകളെയൊക്കെ തന്നെ ശക്തി കൂട്ടാനും അല്ലെങ്കിൽ ഇത്തരം നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ തന്നെ ഹെൽത്തി ആക്കി വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് ഇത്. ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഇ ചിലപ്പം ടാബ്ലറ്റായിട്ട് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഇത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബദാം, നിലക്കടല, സൂര്യകാന്തി വിത്ത്, ചീര, ബ്രൊക്കോളി പോലുള്ള ഇലക്കറികൾ, കിവി, പപ്പായ, സൂര്യകാന്തി എണ്ണ, തവിടെണ്ണ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്. ബദാം ആണെങ്കിലോ വൈറ്റമിൻ ഇയുടെ ഒരു മികച്ച ഉറവിടമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. നിലക്കടലയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസുകളും വൈറ്റമിൻ ഇയും ധാരാളമുണ്ട്. സൺഫ്ലവർ സീഡ് അല്ലെങ്കിൽ സൂര്യകാന്തി വിത്താണെങ്കിൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹേസൽനട്ടിൻ്റെ ഉപയോഗം. പച്ചക്കറി ആണെങ്കിൽ നിങ്ങൾക്ക് ചീര, അതിൽ വൈറ്റമിൻ ഇ, സി, മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. ഇനി ബ്രൊക്കോളി ആണെങ്കിൽ വൈറ്റമിൻ ഇ നല്ല കൊഴുപ്പൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പാലക്ക് അല്ലെങ്കിൽ സ്പിനാച്ച്, പുതിന, മിൻറ്റ് ഇതുപോലുള്ള ഇലകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഡയറ്റിൽ. ഇനി പഴങ്ങളിൽ കിവിയിലും തന്നെ വൈറ്റമിൻ ഇ, സി ഒക്കെ ഉണ്ട്. പപ്പായയിലും വൈറ്റമിൻ ഇയും സിയും ഉണ്ട്. ഒലീവ് ഓയിൽസിലും കറുത്ത മുന്തിരി, മൾബറി, ബ്ലാക്ക്ബെറി ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള എണ്ണകളായാലും നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആയാലും നല്ല അധികം മായമൊന്നും ചേർക്കാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തവിടെണ്ണ, ഒലീവ് ഓയിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റു ഭക്ഷണങ്ങളിൽ പീനട്ട് ബട്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള സസ്യ ആഹാരങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് ഇത്തരം വൈറ്റമിനുകളുടെ അഭാവം നികത്താൻ സഹായിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഉണ്ടാവുന്ന തരിപ്പ്, മരവിപ്പ്, കോച്ചിൽ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഇത് സഹായിക്കും. ഇനി ഇത് മാത്രമല്ല, ചിലവർക്ക് പ്രമേഹ സാധ്യത കൊണ്ടോ അല്ലെങ്കിൽ സെർവിക്കൽ, ലംബാർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ വരുന്ന ചില നീർക്കെട്ട് കൊണ്ടും ഒക്കെ തന്നെ ഇതുപോലുള്ള തരിപ്പും മരവിപ്പും ഒക്കെ തന്നെ കാലങ്ങളായിട്ടുള്ള പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിലും മറ്റെന്തെങ്കിലും രോഗങ്ങൾ കാലങ്ങളായിട്ട് മാറാണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ വരാം. അപ്പം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കാരണം എന്താണെന്ന് അറിയാനൊക്കെ ഡോക്ടറിനെ നേരിട്ട് കൺസൾട്ട് ചെയ്യുക, മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു പ്രാഥമിക അറിവിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് വെക്കണം. കാരണം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രായത്തിന് ശേഷം ഒരുവിധം ആൾക്കാരിൽ സ്ത്രീയും പുരുഷനൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഇത്തരം വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുതേ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമായി ഇന്നത്തെ വീഡിയോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും അടിക്കണ്ട, ഉടനടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.